നമസ്കാരം. ദേശീയ സൈക്കിൾ പോളോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ മഹാരാഷ്ട്രയിലെത്തിയ കേരള ടീം അംഗം നിദ ഫാത്തിമയുടെ മരണവാർത്തയുടെ ഞെട്ടലിലാണ് നമ്മളിപ്പോഴും. കോടതി ഉത്തരവോടെ പോയ താരങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ ഒരു സൗകര്യവും ഫെഡറേഷൻ നൽകിയില്ലെന്നത് പകൽ പോലെ സത്യം. നടന്ന ആശുപത്രിയിലെത്തിയ കുട്ടി എങ്ങനെ മരിച്ചു അറിയണം. നിദ ഫാത്തിമയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരളം മഹാരാഷ്ട്ര സർക്കാരിന് കത്തയച്ചു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. നിദയുടെ മരണത്തിൽ ഉത്തരവാദി ആര്? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? വലിയ ഞെട്ടലിലാണ് നമ്മൾ ആ വാർത്ത കേട്ടപ്പോൾ മുതൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആദ്യം ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും അതൊന്നുമല്ല കാരണം, തങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നും നടന്നാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിയത് എന്നും കോച്ച് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ, കേൾക്കാം, പറയൂ മുഹമ്മദ്. പറയാൻ ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. പിന്നെ ആ 10 വയസ്സായ നിദ ഫാത്തിമ ഇവിടുന്ന് പോയി. നാളെ ഇപ്പൊ അതിന്റെ ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് എത്രമാത്രം ഒരു ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ അതിനെ ഇവിടുന്ന് പറഞ്ഞയച്ചോലും അവിടെ എത്തിയോലും അതിന് ഭക്ഷണമോ അല്ലെങ്കിൽ പാർപ്പിടോ മറ്റോ ഒന്നും വേണ്ടതുപോലെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പൊ ഇക്കണക്കിലാണെങ്കിലും മറ്റു പലതും ഇങ്ങനെ കുട്ടികളൊക്കെ കലാപരമായിട്ട് മുന്നോട്ട് പോയി വരുന്ന, അതും ഒരു 10 വയസ്സായ ഒരു കുട്ടി, അതിനെ സംരക്ഷിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് തയ്യാറായില്ല. അവിടുത്തെ സ്പോർട്സ് വകുപ്പ് തയ്യാറായില്ല. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് ആ കുട്ടിന്റെ ഡെഡ് ബോഡിയാണ് പറഞ്ഞ് നാളെ ഈ വീട്ടുകാരും സ്കൂൾ കുട്ടികളും മറ്റുള്ളവരും നാട്ടുകാരും ഒക്കെ കാണാൻ പോണ്. നല്ലൊരു കുട്ടിന്റെ ഡെഡ് ബോഡി നാളെ എല്ലാവരും വരിയായി ഇന്ന് കാണേണ്ട സന്ദർഭമാണ് മാഡം ഉണ്ടാകുമ്പോൾ. ഇതിന് എതിരെ ശക്തമായ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി മുഹമ്മദ്, വിളിച്ചത് നന്ദി. കലാധരൻ പറവൂരിൽ നിന്നും. കലാധരൻ, താങ്കളുടെ അഭിപ്രായം പറയും. സത്യത്തിൽ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത് മാഡം? ഒരു സ്പോർട്സ് നടക്കുന്നു, ആ സ്പോർട്സിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് മാധ്യമ റിപ്പോർട്ട്. ഒരു കാര്യം ചെയ്തു കൊടുത്തില്ലെന്ന് കുട്ടി എന്ന് പറയുന്നു. അപ്പോ എന്താണ് ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്തം? ഇവരൊക്കെ പണം മാത്രം മതി എന്നുള്ള ഒരു രീതിയാണോ, അതോ യാതൊരു കൺസെപ്റ്റും ഇങ്ങനെയുള്ള താരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏത് വിധത്തിലാണ് ഇപ്പൊ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഒന്നും പറയാനില്ല. അതെ കലാധരൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ നിമിഷം വരെയും ഈ നിതയ്ക്കൊപ്പമുള്ള കുട്ടികൾ, ആ ടീം അംഗങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ല അവിടെ എന്നുള്ളതാണ്. അവരെ കളിക്കാൻ അനുവദിച്ചിട്ടില്ല, മത്സരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവം ഉണ്ടായിട്ടും. പ്രജുഡീസാണ് മാഡം, പ്രജുഡീസാണ്. അതായത് ഒരിക്കലും കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇത് മുന്നോട്ട് പോകരുത്, ആരായാലും അവർക്ക് മാത്രം മതി എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കുള്ളൂ, അല്ലാതെ അപ്പുറത്ത് വേറെ എന്തായി. ശരി, വളരെയധികം നന്ദി കലാധരൻ. വിളിച്ചതിന് സിജോ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. സിജോ, താങ്കൾക്ക് പറയാം. ഇത് വളരെ ദുഃഖകരമായ വാർത്തയാണ്. കാരണം മുന്നോട്ട് പോകാനുള്ള ഒരു കായിക താരമായിരുന്നു. ഇവിടെയൊക്കെ സ്പോർട്സ് വകുപ്പൊക്കെ എന്തിനാന്നാണ് നോക്കുന്നത്? വെള്ളവും ഭക്ഷണവും വരെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്രിക്കറ്റിന് മാത്രമേ ഒരു സേവനം ചെയ്യുള്ളൂ. എന്താണെന്നറിയില്ല. അത് ഞാൻ അടുത്ത ലോകകപ്പ് നടത്താൻ പോണം. ഇവിടെ കായിക താരങ്ങളെ വളർത്താൻ അവർ ശ്രമിക്കണം. ഇല്ല ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ തന്നെ ചെറിയ കുട്ടികളെ വളർത്തണം, അന്നത്തെ ഈ ലോകകപ്പിനൊക്കെ നോക്കാവുള്ളൂ. ഇവർക്കിപ്പോ അവിടെ ചെന്നപ്പോൾ ഭക്ഷണമില്ല, വെള്ളമില്ല, താമസിക്കാൻ സ്ഥലമില്ല. ഇതെല്ലാം ഈ കൊണ്ടുപോയവർ തന്നെ അവിടെ ഒരുക്കേണ്ട അവസ്ഥ വന്നു. അതിനുശേഷം നമ്മളോട് കോച്ച് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഇതേ ഭക്ഷണമാണ് കഴിച്ചത്, പക്ഷെ നിതയ്ക്കത് വൈകുന്നേരം രാത്രി ആയപ്പോൾ ഒന്ന് ഛർദ്ദിച്ചു. അതിനാണ് അവർ രാവിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നടന്നാണ് ആ കുട്ടി പോയത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നു. നടന്നൊക്കെ പോവാന്ന് പറഞ്ഞ എന്ത് ദുഃഖകരമായ കാര്യമാണ്. ഇതിനൊക്കെ ഒരു സംവിധാനം ഇല്ലേ? അല്ല അത് സിജു, അതെന്താ വെച്ചാൽ അതിന്റെ അടുത്താണ് ഈ ആശുപത്രി, ഇവർ താമസിക്കുന്നതിന് അടുത്താണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്രയും ആരോഗ്യത്തോടെ പോയൊരു കുട്ടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് വിവരങ്ങൾ നമുക്ക് അറിയണം, എന്താ സംഭവിച്ചതെന്ന്, എന്താ കഴിക്കാൻ കൊടുത്തതെന്നൊക്കെ. ശരി, വിളിച്ചത് മണി തിരൂരിൽ നിന്നും ചേരുന്നു. മണി, താങ്കളുടെ അഭിപ്രായം പറയും. എന്റെ അഭിപ്രായം ഇത് ഗവൺമെന്റും അതേമാതിരി തന്നെ കോടതി
വിധിപ്രകാരം പോയ കോടതിയും ഇതിന് ശരിക്കുള്ള ഉത്തരവാദിയാണെന്നുള്ളതാണ്. ഇവിടെ ലോക ഫുട്ബോൾ ഏതോ ഒരു രാജ്യത്ത് നടക്കുമ്പോൾ ഇവിടെ ഷർട്ടും കുപ്പായൊക്കെ ഇവിടെ മന്ത്രിമാര് MLA മാരൊക്കെ എന്താ കാട്ടിക്കൂട്ടിയിരുന്നത്. അപ്പൊ നമ്മളെ രാജ്യത്ത് ഈ സ്പോർട്സ് പരമായി വളർത്തിയെടുക്കണേലൊന്നും ഒരു മൈൻഡും ഇവരാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരെന്താ ഭരണത്തിന് കാട്ടിക്കൂട്ടുന്നോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷം എന്താ ഭരണത്തിൽ കാട്ടിക്കൊന്നും നമുക്കറിയുന്നില്ല. കാരണം ഇവിടെ ഈ സംവിധാനം മൊത്തത്തിൽ വളരെ മോശമാണ്. കാരണം ഇതിന്റെ എക്സിക്യൂട്ടീവിന്റെ എടുത്താണ് ഇതിന്റെ മുഴുവൻ കാറാറ്. അപ്പൊ ഇത് ശരിക്ക് എക്സിക്യൂട്ടീവിനെ പൊളിച്ച ഇതിലാണെങ്കിൽ ഇത് ഭയങ്കര ദുരന്തത്തിൽ പിരിയും പോകും. കാരണം വളരെ ലാഘവത്തോടെയാണ് ഗവൺമെന്റ് ഇതിലൊക്കെ കാണുന്നത്. അതെ, ശരി മണി, വിളിച്ചത് നന്ദി. ഉമ്മർ വഴിക്കടവ് ചേരുന്നു. ഉമ്മർ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പറ്റിയ അപാകത. വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ പോകുമ്പോൾ അതിന് വേണ്ട ഫെസിലിറ്റി കാര്യങ്ങൾ താങ്കളുടെ ടെലിഫോണിൽ ചെറിയ പ്രശ്നമുണ്ട്, നോയ്സ് ഉണ്ട്. ഉമ്മർ. അജയകുമാർ ചേരുന്നു. അജയകുമാർ, താങ്കൾ പറഞ്ഞോളൂ, എന്താണ് തോന്നുന്നത്? ഈ നിദ ഫാത്തിമയുടെ മരണം അത് വലിയ ഞെട്ടലുണ്ടാക്കി നമുക്ക്. ഇപ്പോഴും എന്താണ് കാരണം എന്നതിൽ വ്യക്തതയില്ല. അപ്പോഴാണ് അവിടെ നടക്കുന്ന അവർക്ക് ഇതുവരെയും അവർക്ക് അക്കോമഡേഷനോ ഫുഡോ ഒന്നും ഫെഡറേഷൻ അവിടെ ശരിയാക്കി കൊടുത്തിട്ടില്ല എന്നുള്ള വലിയ വാർത്ത അതിനൊപ്പം തന്നെ പുറത്തു വരുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ആദ്യമായി ഇത് പെൺകുഞ്ഞിന്റെ ആത്മാവിന്റെ നിത്യശാന്തി തരട്ടെ. അതിന്റെ കുടുംബങ്ങൾക്ക് ആ കുഞ്ഞിന്റെ വേർപാട് സഹിക്കാൻ കഴിയില്ല എന്നറിയാം. സഹിക്കാൻ സർവേശ്വരൻ അവർക്ക് ശക്തി കൊടുക്കട്ടെ. അത് ആദ്യമായിട്ട് പറയുന്നു. രണ്ടാമത്, പെൺകുഞ്ഞ് ഒറ്റയ്ക്കല്ലല്ലോ മഹാരാഷ്ട്ര ഈ സ്പോർട്സിൽ പങ്കെടുക്കാൻ പോയത്. ഇവിടുന്ന് അതിന്റെ കോച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തല ടീം ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരുടെ കൂടെ, സ്പോർട്സ് കൗൺസിലിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ. അവരെന്ത് തീരുമാനമാണ് എടുത്തത്? ഇതുവരെയായിട്ട് എന്ത് നടപടിയാണ് അവർ കൈക്കൊണ്ടത്? അതുപോലെ ഇപ്പോഴും അക്കോമഡേഷൻ കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അവിടെ അവര് വലയുകയാണെന്നുള്ള ന്യൂസ് വളരെ അമ്പരപ്പിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ അതിനകത്ത് ഇടപെടുന്നില്ല, അടിയന്തരമായി ഇടപെടുന്നില്ല? അതുപോലെ ഇന്ന് കേരളത്തിൽ IPL ക്രിക്കറ്റിന്റെ ലേലം നടക്കുകയാണ്, കോടികളുടെ ലേലം നടക്കുകയാണ് കൊച്ചിയിൽ. സർക്കാർ നിർത്തിവെക്കരുത്. ഇൻ പ്രൊട്ടസ്റ്റ് ടു വാട്ട് ഹാപ്പൻഡ് ഇൻ മഹാരാഷ്ട്ര. ക്യാൻസൽ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അത് അങ്ങനെയൊക്കെയുള്ള ധീരമായ ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അത് ചെയ്യാതിരുന്നത് തെറ്റായി പോയെന്ന് ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ഈ വിഷയത്തിൽ. അതെ, ഒപ്പം താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവിടെ നിന്ന് പോയ കുട്ടികളുടെ ഉത്തരവാദിത്തം ഇവിടെ നിന്ന് വിട്ട സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിനുണ്ട്. ഒപ്പം അവിടെ ഫെഡറേഷൻ കാണിക്കുന്ന അവഗണന, അതും ഈ കോടതി ഉത്തരവോടെ ചെന്ന ആളുകളെ അവർ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് കോടതി അലക്ഷ്യം കൂടിയാണ്. അവരംഗീകരിക്കില്ല എന്ന് പറയുന്ന കോടതി അലക്ഷ്യമാണ്. അത് ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല, ഒരിക്കലുമല്ല. അത് നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളതിനെതിരെ ശക്തമായ നടപടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം, കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ മന്ത്രിസഭ, നമ്മുടെ MP-മാര്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടല്ലോ. ഇതുവരെ ആരുടെ ഒരു പ്രസ്താവന ഒന്നും നമ്മൾ കണ്ടില്ല. അവരിടപെട്ടതായിട്ട്, എങ്ങനെ ഇടപെട്ടതായിട്ട് പോലും നമുക്കറിയില്ല. അതെ, അന്വേഷണം ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര സർക്കാരിന് കത്തയച്ചു എന്നത് ഒഴിച്ചാൽ താങ്കൾ പറഞ്ഞതുപോലെ വലിയൊരു ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നു ഇതിനു മുൻപ് തന്നെ. രാജൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ചേരുന്നു. രാജൻ, താങ്കളുടെ അഭിപ്രായം? ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. ക്ഷമിക്കണം, പറയൂ രാജൻ. നമുക്ക് ഒരു 10 വയസ്സിലൊരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന മാതാപിതാക്കൾക്ക് അറിയത്തുള്ളൂ ആ കുട്ടിയുടെ ഇതിനെപ്പറ്റി. ഈ നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിലിനോട് വളരെ മികച്ചമായ മനോഭാവത്തോടു കൂടിയാണ് മഹാരാഷ്ട്ര സർക്കാരും ആ ബന്ധപ്പെട്ട ആൾക്കാരും കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് നമ്മൾ 9 മണിക്ക് കഴിച്ചില്ല 10 മണിക്കുള്ളിൽ കൊടുക്കാൻ നമ്മൾ നോക്കും. ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ ചെന്ന് വെള്ളവും ഇല്ല, ഇതൊന്നും ഇല്ല. അത് ശരിയായ രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാരാണ് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ ശരിയായ ശിക്ഷ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി നൽകേണ്ടതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി രാജൻ. രഞ്ജിത്ത് ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ രാജൻ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഭക്ഷണം, താമസം, അതിനൊക്കെ ഉപരി നമ്മുടെ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് പോയവരാണ് അവർക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും അവിടെ നടന്നില്ല എന്നത് മാത്രമല്ല, ഒരു കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? മാഡം, ആദ്യമായിട്ട് പറയേണ്ടത്, ഇത് സൈക്കിൾ പോളോയുടെ 3 അസോസിയേഷനാണ് കേരളത്തിലുള്ളത്. ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷനാണ്, ആര് പോകും എന്നൊക്കെയുള്ള കോമ്പറ്റീഷനുകൾ ഉണ്ടായതിന്റെ പേരിലാണ് ഇവർക്ക് അവിടെ എത്തേണ്ട ദിവസം ഒരു ദിവസം കഴിഞ്ഞാണ് അവിടെ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്.
ഇവർക്ക് ആൾറെഡി 50,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിട്ടുമുണ്ട്. എങ്കിലും ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫെസിലിറ്റിയോ കാര്യങ്ങളോ അവർ ചെയ്തില്ല. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 അസോസിയേഷനും തമ്മിലുള്ള മത്സരവും ഇവരുടെ തമ്മിലുള്ള ഈഗോ, ഈ കാര്യങ്ങള് കാരണം ആ കുട്ടികൾക്ക് സമയത്ത് അവിടെ രഞ്ജിത്ത്, താങ്കൾ പറഞ്ഞ ആ കാര്യം ശരിയാണ്. 3 അസോസിയേഷൻ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവര് റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കോച്ച് നമ്മളോട് സംസാരിച്ചത്. ജിതിൻ മേഡം അന്നത്തിൽ അവർ ചെയ്തിട്ടില്ല. 20-ാം തീയതിയാണ് അവർ അവിടെ എത്തിയത്. 21-ാം തീയതി 10 മണിക്കാണ് അവിടെ റിപ്പോർട്ടിംഗ് ടൈം എന്നാണ്. നിന്നുള്ള കുട്ടികളും ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളും എല്ലാ ടീമും അറ്റൻഡ് ചെയ്ത്. ഇതിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്റെ കുട്ടി കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതേമാതിരി ദേശീയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇവരുടെ ഞങ്ങൾ കൂടെ പോകുന്നത് കൊണ്ട് മാത്രമാണ് എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവിടെ ഇല്ല അവിടെ. അതിനകത്തിൽ ഗവൺമെന്റിന്റെ മെഡൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നല്ലാതെ വേറൊരു അതിനകത്തിലൊരു സംസാരമോ അല്ലെങ്കിൽ കുട്ടികൾ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നോ കണ്ടില്ലേ? നമ്മുടെ കുട്ടികളെ ജോലിക്ക് വേണ്ടി സ്ഥലമുണ്ടനം ചെയ്യും. എത്ര ദിവസം അവിടെ കിടന്ന് സമരം ചെയ്തത്. വ്യക്തമാണ്. വളരെയധികം നന്ദി രഞ്ജിത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്. അബ്ദുറഹ്മാൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അബ്ദുറഹ്മാൻ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറയൂ. കാരണം ഈ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഒരു സൗത്ത് നമ്മളെ മലയാളികളായാലും ഇവരോടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു പുച്ഛമായ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം ഇനിയിപ്പോ ഭരണപക്ഷത്തായി കഴിഞ്ഞാലും അവിടെ ഉള്ളവർക്ക് പോലും ഈ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവരോട് ഒരു പുച്ഛമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ മന്ത്രിമാരെല്ലാം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ ഇത് എടുക്കുന്നതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ അവർ കൂടുതൽ ചിന്തിക്കാറില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യോളി എക്സ്പ്രസ് ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുകയാണ്, MP സ്ഥാനമൊക്കെ ആയിട്ട്. അതുപോലും ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നാണ് ഇതുവരെ കേട്ടതിൽ എനിക്കറിയാൻ കഴിഞ്ഞത്. ശരിയാണോ മാഡം? അതിൽ ആരും മിണ്ടിയിട്ടില്ലെന്നാണ് നമ്മളെ ഉഷ. അതെ, ആരുടെയും പ്രതികരണം വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ മാഡത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചു കാലം മുൻപ് വരെ നല്ലൊരു മനസാക്ഷി ഉണ്ടായിരുന്നു. ഇപ്പൊ മനസാക്ഷി ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ അവിടെ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞാൽ MP സ്ഥാനം പോകും. അപ്പൊ മിണ്ടാത്തവരെയാണ് അവിടത്തേക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്ത് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് PT ഉഷ പോലും ഈ സമയം വരെയായിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല? കാരണം ഈ കുട്ടികളെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ കയ്യിലും തെറ്റുകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെന്റ് തന്നെ നോക്കണം എന്നുള്ള രീതിയിൽ നിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇവരും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അബ്ദുറഹ്മാൻ, അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ആ കോച്ചിന്റെ പരിശീലകന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാണ് ഈ നിദ ഫാത്തിമ. അദ്ദേഹത്തെ വിശ്വസിച്ചാണ് വിട്ടത്. അദ്ദേഹം ആ കുട്ടി ഇല്ലാതെ മടങ്ങി വരുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അദ്ദേഹത്തിന്റെ അവസ്ഥയൊന്ന് ഓർക്കൂ. അപ്പൊ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത്രയും വിശ്വസ്തനായ ഒരാളുള്ളതുകൊണ്ടാണ് അങ്ങനെ വിട്ടത്. അല്ല, അദ്ദേഹത്തിന്റെ അവസ്ഥയായി കഴിഞ്ഞാലും ഈ മാധ്യമങ്ങളുടെ അവസ്ഥയായി കഴിഞ്ഞാലും ഇത് 2-3 ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ്. കാരണം പറഞ്ഞാൽ ഇതിനെ പിന്തുടരില്ല. മേഡം, ഞങ്ങൾക്കും വിഷമമുണ്ട്. ഇത്ര ഒരു കുട്ടിയെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ ഞങ്ങൾ ഓർത്തു പോവുകയാണ്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് എന്തോരം വിഷമമുണ്ട്. ഞങ്ങളിത് നേരത്തെ ന്യൂസ് കണ്ടോണ്ടിരിക്കുക. എത്രയോ കുട്ടികൾ ഇങ്ങനെ വരുന്നു. ആ വീട്ടിലെ ആ കുട്ടിയായിട്ട് നല്ല രീതിയിൽ പോയ കുട്ടി ഇങ്ങനെ വരുമ്പോ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കും മേഡം. അതെ, തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഷീല. നമുക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ അവസ്ഥ. ആ കുട്ടി അവിടെ പോയി ഒരു സമ്മാനമൊക്കെ വാങ്ങി അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് അഭിമാനത്തോടെ തിരിച്ചു വരുന്നത് കാത്തിരുന്ന അമ്മയും അച്ഛനുമാണ് ഈ മൃതദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങാനായി അവിടേക്ക് എത്തിയിട്ടുള്ളത്. വലിയ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. നെൽസൺ എന്ന പ്രേക്ഷകൻ ചേരുന്നു. നെൽസൺ, പ്രതികരിച്ചോളൂ. മേഡം, ഈ കേരളം എന്ന് പറയുന്ന അവര് വേറെ രാജ്യം പോലെയാണ് കാണുന്നത്. വേറെ രാജ്യം പോലെയാണ് കാണുന്നത്. കേരളത്തിന് പോകുന്നത് എല്ലാവരും പ്രത്യേകിച്ച് ഈ കേരളത്തിന് അവര് അവമാനിക്കുകയാണ് ചെയ്യുന്നത് പുറത്തു പോകുമ്പോഴേ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് മുമ്പേ ഉള്ള സംഭവമാണ്. നമ്മൾ ഇവിടുന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ ഈ കേരളത്തിന് പിന്നെ ഒരു പ്രത്യേകമായി ഒരു തരംതിരിവാണ് ഉണ്ടാകുന്നത്. അത് ഇപ്പോഴും മാത്രമല്ല മാഡം, മുമ്പേ ഉണ്ട്. ഇത് ഈ മന്ത്രിമാര് അതുപോലെ കൗൺസിൽ ഇവരൊക്കെ ഒന്നും ഇടപെടാത്തതുകൊണ്ടാണ്, ഈ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടുന്ന് ഡൽഹിയിലൊക്കെ ഓടാൻ പോയപ്പോൾ ഫസ്റ്റ് വന്ന പയ്യനെ തന്നെ
സെക്കൻഡാക്കി അവര് വിളിച്ചു പറഞ്ഞു. അത് ഒരുപാട് സംഭവമുണ്ട്. നമ്മൾ രണ്ടാം തരം പോലെയാണ് ഈ കേരളത്തിനെ കാണുന്നത്. വേറെ രാജ്യത്തിന് പോകുന്ന പോലെയാണ് ഈ നമ്മളെ സ്റ്റേറ്റില്, ഈ കേരള സ്റ്റേറ്റിന് പുറത്ത് എന്തെങ്കിലും സ്പോർട്സിന് പോകുമ്പോൾ അവര് കാണിക്കുന്നത്. അതെ, വളരെയധികം നന്ദി ഈ സമയത്ത് പ്രതികരിച്ചതിന്. പൊതുവേദി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നിദ ഫാത്തിമയുടെ മരണത്തിൽ ഉത്തരവാദി ആര് എന്നതാണ് ഇന്നത്തെ പൊതുവേദിയുടെ ചോദ്യം. പ്രേക്ഷകർ പ്രതികരിക്കാനായി തുടരുന്നുണ്ട്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? സുരേന്ദ്രൻ, കേൾക്കാമോ? നമസ്കാരം മാഡം. പറയൂ. എനിക്ക് പറയാനുള്ളത്, നമുക്കിത് വ്യക്തമായിട്ട് ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോസ്റ്റ്മോർട്ടം ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഇതിൽ പറഞ്ഞ ഈ ഉത്തരവാദിത്തം ഈ കോച്ചിന്റെ ഫ്രണ്ടിന്റെ മകളാണെന്ന് പറയണു. അപ്പൊ അദ്ദേഹത്തിനാണ് ഞാൻ നോക്കിയിട്ട്, ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ടുപോവാണെങ്കിൽ ആ കുട്ടിയുടെ നമ്മുടെ മകളെ പോലെ കൊണ്ടുപോകേണ്ട ഒരു കുട്ടിയായിരുന്നു. ആ കോച്ച് വന്നിട്ട് പറയാണ് ഈ കുട്ടി നടന്നിട്ടാണ് പോയത്, ഈ കുട്ടി വെള്ളം കിട്ടിയില്ല, ഈ കുട്ടിക്ക് ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെയല്ല സുരേന്ദ്രൻ, അങ്ങനെയല്ല. അങ്ങനെയല്ല കാണേണ്ടത്. ഈ കുട്ടിക്ക് ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല എന്നല്ല. അവരുടെ ടീമിന്, അവർ 29 അംഗ ടീമാണ് പോയത്. അവർക്ക് അവിടെ ഫുഡോ അക്കോമഡേഷനോ ഒന്നും അവിടെ ഫെഡറേഷൻ നൽകിയില്ല. പകരം അവർക്ക് വാങ്ങിക്കൊടുത്തത് ഈ കോച്ച് ഉൾപ്പെടെയുള്ള അവരുടെ ടീമാണ് വാങ്ങിക്കൊടുത്തത്. ഈ കുട്ടിയും ഭക്ഷണം കഴിച്ചിരുന്നു. നടന്നുപോയി എന്ന് പറയുന്നത് ആ കുട്ടി ആരോഗ്യവതി ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റില്ല. കാരണം പോസ്റ്റ്മോർട്ടം കഴിയാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇതേമാതിരി തന്നെ നമ്മുടെ ഒരു ബാസ്കറ്റ്ബോൾ താരം ഉണ്ടായിരുന്നു, ബീഹാറിന്ന് കോച്ചിന്റെ പീഡനത്തോടു കൂടി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ കേസ് ഇപ്പൊ എന്തായോ ഒരു കാര്യം അറിയുന്നില്ല. ഇവിടെ ഈ സൈക്കിൾ പോളോ ടീം നമ്മുടെ അവിടെ അത്ര വലിയ പ്രചാരണത്തിലില്ലാത്ത ഒരു അസോസിയേഷനാണത്. അത് 3 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ തൊഴുത്തിൽ കുത്ത് എന്തായിരിക്കും. ഈ തൊഴുത്തിൽ കുത്ത് കാരനാണ് അവിടെ പോയിട്ട് അവര് ചെയ്ത് അതിനാളും വലുത്. പക്ഷെ നമ്മുടെ അവിടെ തന്നെ മൂന്ന് തരത്തില് 3 അസോസിയേഷനുകളാണ്. ഈ 3 അസോസിയേഷനും കൂടി അവിടെ പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയില്ല. ഇപ്പൊ അറിയില്ല. ഇതിപ്പോ അന്വേഷണത്തിൽ കൂടിയാണ് ഇത് പുറത്തേക്ക് വരുള്ളൂ. ആ കാര്യങ്ങളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യണം ഇത്തരത്തിൽ. പക്ഷെ അതിനൊരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് വലിയ സങ്കടം. സുരേന്ദ്രൻ, ഇപ്പോൾ നിദയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നാളെ രാവിലെ കൊച്ചിയിലേക്ക് മൃതദേഹം എത്തിക്കുമെന്നുള്ള വാർത്തയും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടെ ബാംഗ്ലൂരുവിലെത്തിക്കുന്ന മൃതദേഹം നാളെ രാവിലെ 7:30 കൊച്ചിയിലെത്തിക്കും. വളരെ ദുഃഖകരമായ വാർത്ത. ആ കുട്ടി അവിടെ പോയി മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുന്നത് കാത്തിരുന്ന കുടുംബത്തിന് ലഭിക്കുന്നത് നിദയുടെ മൃതദേഹമാണ്. വലിയ സങ്കടം. നേരത്തെ അവിടെ നിന്ന് ശരണ്യൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞത് വളരെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥി, എല്ലാ കാര്യങ്ങളിലും മികച്ചതായി നിന്ന നിദ ഇനിയില്ല എന്നുള്ള ദുഃഖം താങ്ങാനാകുന്നതിനും അപ്പുറമാണ്. ഫിലോമിന എന്ന പ്രേക്ഷക ചേരുന്നു. ഫിലോമിന, പറഞ്ഞോളൂ. അതെ, ഈ 10 വയസ്സായ കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് ആരാ? മാതാപിതാക്കളല്ലേ. ഈ 65 വയസ്സ് കഴിഞ്ഞ എനിക്ക് ആ വീട്ടുകാരെ പഴിക്കാനുള്ളൂ. ഞാൻ മറ്റുള്ളവരെ ആരും പഴിക്കൂല. ആ കുഞ്ഞിനെ എന്തിനു നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചു? 10 വയസ്സായ കുഞ്ഞല്ലേ. അതാണ്. പക്ഷെ ആ വിഭാഗത്തിൽ മത്സരിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് അത്രയും പ്രായമേ ഉണ്ടാകൂ ഫിലോമിന. അത് എന്റെ പ്രായത്തിന്റെ ആയിരിക്കും. എനിക്കത് സഹിക്കണില്ല. ഞാൻ വീട്ടുകാര് അമ്മയും അച്ഛനും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര വിഷമമാണ്. മനസ്സിലാകുന്നുണ്ട് ഫിലോമിന, താങ്കളുടെ ദുഃഖം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിച്ചതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയേണ്ടത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ പൊതുവേദി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.